എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്ക പരിഹാര സർക്കുലർ പുറത്ത്. നിലവിലെ കൂരിയ ജൂലൈ 3-ന് മാറും. അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരും. ഞായറാഴ്ചയും തിരുനാളുകളിലും ഒരു കുർബാന മാത്രമാണ് ഉണ്ടാകുക. ഏകീകൃത കുർബാനയായിരിക്കും അത്. വൈദികർക്കെതിരായ അച്ചടക്ക നടപടികൾ അവസാനിപ്പിക്കാനും വിമതപക്ഷവും സിറോ മലബാർ സഭാ നേതൃത്വവും തമ്മിൽ എഴുതി ഒപ്പിട്ട സർക്കുലറിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി അനിൽ ജോർജാണ് നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി നമ്മൾ പുറത്തുവിട്ട വാർത്ത, അതിന് നമ്മൾക്ക് തല്ലുകെട്ടിയ വാർത്ത, അതിപ്പോൾ ഔദ്യോഗികമായി സിറോ മലബാർ സഭാ നേതൃത്വം അംഗീകരിച്ച് അതൊരു ഔദ്യോഗിക രേഖയായി പുറത്തു വന്നിരിക്കുന്നു. ഈ രേഖയിൽ പ്രകാരം സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ അവശേഷിച്ച രൂപതയിലെ തർക്കവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, താൽക്കാലികമായി എങ്കിലും എന്നതാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സർക്കുലറിനെ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, സ്വാഗതം ചെയ്തിരിക്കുന്നു െന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതിക്ക് വേണ്ടി വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഒപ്പം അൽമായസ് മുന്നേറ്റം എന്ന അൽമായ സംഘടന ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ 95% ആളുകളും ഇക്കാര്യത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ സിനഡ് അനുകൂല വിഭാഗം ഇക്കാര്യത്തോട് കാര്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ അംഗസംഖ്യ കുറവാണ്, ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് ഇത് അത്ര വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്ന് വേണം കരുതാൻ. സുപ്രധാനമായ തീരുമാനങ്ങൾ ഇതാണ്. ന്യൂസ് മലയാളം കഴിഞ്ഞ ജൂൺ 5-ാം തീയതി പുറത്തുവിട്ട അതേ കാര്യങ്ങൾ തന്നെയാണ് സർക്കുലറിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ കൂരിയ മാറും എന്നതാണ്. ജൂലൈ 3-ന് പുതിയ കൂരിയ ചുമതലയേക്കും. നിലവിലെ കൂരിയയിലെ അംഗങ്ങൾക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ സ്ഥാപനങ്ങളുടെ ചുമതലയാകും നൽകുക. അവർ ആ ചുമതല ഏറ്റെടുത്ത് ആ ദിവസം മാറും. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ കുർബാന നിയമപരമായി സാധുതയോടുകൂടി തുടരും. നവവൈദികർക്ക് ഈ കുർബാന അർപ്പിക്കാം. അവർ എഴുതി ഒപ്പിട്ട് നൽകിയ സത്യവാങ്മൂലത്തിന് ഇളവ് അനുവദിക്കും. ഒപ്പം ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പം തന്നെ ഒരു കുർബാന ഞായറാഴ്ചകളിലും അതുപോലെ സഭയെ സംബന്ധിച്ചിടത്തോളം കടമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തിരുനാളുകളിലും ഒരു കുർബാന രാവിലെ 6:30 മുതൽ 10 വരെയുള്ള സമയത്തോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്തോ ഇതിലേതെങ്കിലും ഒരു സമയം ഈ കുർബാന ഏകീകൃത കുർബാനയായി അർപ്പിക്കണം എന്ന കാര്യവും സിനഡ് പറയുന്നു. ഒപ്പം ഇതുവരെയുള്ള വൈദികർക്കെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിക്കും എന്ന ഉറപ്പും സിനഡിന് വേണ്ടി മേജർ ആർച്ച് ബിഷപ്പ് നൽകുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2021 പുറത്തിറങ്ങിയ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം അതേപടി ആവർത്തിക്കുകയാണ് ഈ പുതിയ സർക്കുലറും ചെയ്തിരിക്കുന്നത്. എങ്കിൽ ഇത് അന്നേ തീർത്താൽ പോരെ എന്ന ഒരു ചോദ്യം ഉയരുന്നുമുണ്ട്.